നമസ്കാരം. കോവിഡിനേക്കാൾ മാരകമായ മറ്റൊരു മഹാമാരിയിലേക്ക് ലോകം നടന്നെടുക്കുകയാണെന്ന മുന്നറിയിപ്പുമായി ശാസ്ത്രജ്ഞർ രംഗത്ത്. US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഡയറക്ടർ റോബർട്ട് റെഡ്ഫീൽഡാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷിപ്പനി മരണനിരക്ക് 25 മുതൽ 50% വരെ ആകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. കോവിഡിന്റെ മരണനിരക്ക് വെറും 0.6% എന്നതും ഓർക്കണം. പക്ഷിപ്പനി മൂലമുണ്ടായ ആദ്യ മരണം മെക്സിക്കോയിൽ നിന്നും ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചതിനു പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ കോമോർബിറ്റൈസ് മൂലമാണ് ഈ 59-കാരൻ മരണമടഞ്ഞതെന്നാണ് പ്രാദേശിക ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഇതുവരെ മനുഷ്യരിൽ നിന്നും നേരിട്ട് മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പകർന്നതായി റിപ്പോർട്ടുകളില്ല എന്നത് ഏറെ ആശ്വാസകരവുമാണ്. എന്നിരുന്നാലും മനുഷ്യരിൽ ഈ രോഗത്തിന്റെ സാന്നിധ്യം ഏറെ ആശങ്ക ഉയർത്തുന്നുമുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി US-ലെ വിവിധ സംസ്ഥാനങ്ങളിൽ പശുക്കൾക്കിടയിലും ഈ രോഗം പടർന്നിരുന്നു. പശുവിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ രോഗം ആദ്യമായി പടർന്നതിന്റെ ഫലമായി 3 ഡയറി തൊഴിലാളികൾക്ക് ഈ രോഗം ബാധിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും അവസാനത്തേത് മിഷിഗണിൽ നിന്നുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇയാൾക്ക് പനി വന്നിരുന്നില്ലെങ്കിലും ചുമയും ശ്വാസതടസ്സവുമായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. തുടർച്ചയായ ഫ്ലൂ ലക്ഷണങ്ങളാണ് പക്ഷിപ്പനി ബാധിച്ചവർ പ്രകടിപ്പിക്കുക. ചുമ, ക്ഷീണം, പനി, തലവേദന, പേശിവേദന, മൂക്കൊലിപ്പ്, ശ്വാസതടസ്സം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. അതീവ മാരകമാണെങ്കിലും കോവിഡിനെ പോലെ വ്യാപനശേഷി ഇല്ലാത്തതാണ് ഈ രോഗം എന്നത് അല്പമെങ്കിലും ആശ്വാസം പകരുന്ന വസ്തുതയാണ്. അതേസമയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മാരകമാകുകയും ജീവഹാനിക്കിടയാക്കുകയും ചെയ്യുന്ന അപൂർവ ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നെന്ന് റിപ്പോർട്ട് വന്നു. രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനു പിന്നാലെയാണ് പുതിയ ബാക്ടീരിയയുടെ വ്യാപനമെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു. ഇതുമൂലമുണ്ടാകുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗം കഴിഞ്ഞ വർഷം ആകെ 941 പേരെയാണ് ജപ്പാനിൽ ബാധിച്ചതെങ്കിൽ ഈ വർഷം ജൂൺ 2-നകം 977 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ രോഗബാധാ നിരക്ക് തുടർന്നാൽ ഈ വർഷം 2500 കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തൽ. 30% മരണനിരക്കാണ് ഈ രോഗത്തിന് കണക്കാക്കുന്നത്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ സാധാരണയായി കുട്ടികളിൽ തൊണ്ടയിടർച്ചയ്ക്കും വീക്കത്തിനും കാരണമാകാറുണ്ട്. അതേസമയം ചിലരിൽ ഇത് സന്ധിവേദന, സന്ധിവീക്കം, പനി, കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് കാരണമാകാം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഇത് ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ശ്വസന പ്രശ്നങ്ങൾക്കും കോശനാശത്തിനും കാരണമാവുകയും ചെയ്യും. അങ്ങനെ മരണത്തിനിടയാക്കുകയും ചെയ്യും. 2022-ൽ 5 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു.